വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ആൻസേഴ്സുകളൊക്കെയാണ്. വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ, നീ പോയോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. നീ പോയോ എന്ന് ചോദിക്കുമ്പോഴേ ഡിഡ് യു ഗോ അല്ലെങ്കിൽ ഡിഡ് യു ലീവ് എന്ന് പറയാം. നീ പോയോ. ഇനി എന്തുകൊണ്ട് നീ പോയി എന്ന് ചോദിക്കുകയാണെങ്കിലോ, എന്തുകൊണ്ട് നീ പോയി. വൈ ഡിഡ് യു ഗോ അല്ലെങ്കിൽ വൈ ഡിഡ് യു ലീവ്. സിമ്പിൾ ആണല്ലോ. അപ്പോൾ അവിടെ ഫസ്റ്റിൽ നമ്മളൊരു വൈ എന്ന് യൂസ് ചെയ്തിട്ട് ഡിഡ് യു ഗോ അല്ലെങ്കിൽ ഡിഡ് യു ഗോ അല്ലെങ്കിൽ ഡിഡ് യു ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തുകൊണ്ട് പോയി അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ട് പോയി. അവളെന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് മാറും കേട്ടോ. അപ്പോൾ നീ എന്തുകൊണ്ട് പോയി എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വൈ ഡിഡ് യു ഗോ അല്ലെങ്കിൽ വൈ ഡിഡ് യു ലീവ്. ഓക്കെ, നെക്സ്റ്റ് അവൾ എന്തുകൊണ്ട് വന്നില്ല. നെഗറ്റീവാണ്. അവൾ എന്തുകൊണ്ട് വന്നില്ല. അവൾ വന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ്, ഷീ ഡിഡിൻ കം അല്ലേ. ഷീ ഡിഡിൻ കം, അവൾ വന്നില്ല. അവൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് പറയുമ്പോൾ വൈ ഡിഡിൻ ഷീ കം. വൈ ഡിഡിൻ ഷീ കം. സിമ്പിൾ ആണ് അല്ലേ. അപ്പോൾ ആൻസറിൽ നിന്ന്, ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ ഉണ്ടാക്കാനായിട്ട് പറ്റും. അവൾ വന്നില്ല, ഷീ ഡിഡിൻ കം. അവൾ എന്തുകൊണ്ട് വന്നില്ല, വൈ ഡിഡിൻ ഷീ കം. ഇനി അവൾ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്ന് ചോദിക്കണമെങ്കിലോ, അവൾ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല. അവൾ വന്നില്ല എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവൾക്ക് എന്തുകൊണ്ട് ഇവിടെ വന്നില്ല, വൈ ഡിഡിൻ ഷീ കം ഹിയർ. വൈ ഡിഡിൻ ഷീ കം ഹിയർ. അവൾ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല. നെക്സ്റ്റ്, നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല. സിമ്പിളാണല്ലേ. നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല. നീ വിളിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ്, യു ഡിഡിൻ കോൾ. യു ഡിഡിൻ കോൾ. നീ വിളിച്ചില്ല. ഇനി നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്ന് ചോദിക്കണമെങ്കിൽ വൈ ഡിഡിൻ യു കോൾ മീ. വൈ ഡിഡിൻ യു കോൾ മീ. നീ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല. ഓക്കെ, നെക്സ്റ്റ്, അവൾ ബാഗ് വാങ്ങിയോ. അവൾ ബാഗ് വാങ്ങിയോ എന്നെങ്ങനെ ചോദിക്കുക, ഡിഡ് ഷീ ബൈ ദ ബാഗ്. അവൾ ബാഗ് വാങ്ങിയോ. ഇനി അവർ ബാഗ് വാങ്ങിയോ എന്നാണെങ്കിൽ സിമ്പിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഷീ എന്നുള്ളിടത്ത് നമ്മൾ ദേ യൂസ് ചെയ്യും. ഡിഡ് ദേ ബൈ ദ ബാഗ്. ഡിഡ് ദേ ബൈ ദ ബാഗ്. അവർ ബാഗ് വാങ്ങിയോ. നെക്സ്റ്റ്, അവർ എന്തുകൊണ്ട് വലിയ ബാഗ് വാങ്ങി. അവർ എന്തുകൊണ്ട് വലിയ ബാഗ് വാങ്ങി. എന്തുകൊണ്ട്. വൈ ഡിഡ് ദേ ബൈ എ ബിഗ് ബാഗ്. വൈ ഡിഡ് ദേ ബൈ എ ബിഗ് ബാഗ്. അവർ എന്തുകൊണ്ട് വലിയ ബാഗ് വാങ്ങി. നെക്സ്റ്റ്, അവൻ ക്ലാസ്സിലെത്തിയോ അല്ലെങ്കിൽ അവൻ ക്ലാസ്സിൽ വന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവൻ ക്ലാസ്സിലെത്തിയോ എന്നെങ്ങനെ ചോദിക്കുക, അവനാണ് സബ്ജക്റ്റ്. അപ്പോൾ ഡിഡ് ഹി. എത്തുക അറൈവ് പറയാം, കം പറയാം, റീച്ച് ഒക്കെ പറയാം കേട്ടോ. അപ്പം ഡിഡ് ഹി അറൈവ് ഇൻ ക്ലാസ്. ഡിഡ് ഹി അറൈവ് ഇൻ ക്ലാസ്. അവൻ ക്ലാസ്സിൽ എത്തിയോ. നെക്സ്റ്റ്, അവൻ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല. അവൻ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല. ഇവിടെയും എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആൻസർ പറയുന്നതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. അവൻ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല. അവൻ വന്നില്ല, ഹി ഡിഡിൻ കം. അവൻ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല എങ്ങനെ ചോദിക്കാം, വൈ ഡിഡിൻ ഹി കം ഏർലിയർ. വൈ ഡിഡിൻ ഹി കം ഏർലിയർ. സിമ്പിൾ ആണല്ലോ. അവൻ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല. നെക്സ്റ്റ്, നീ ആ ക്രീം ഉപയോഗിച്ചോ. നീ ആ ക്രീമില്ലേ, നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന ക്രീമില്ലേ, അത് നീ ആ ക്രീം ഉപയോഗിച്ചോ എന്ന് നമുക്കൊരാളോട് ചോദിക്കണമെങ്കിലോ നീയാണ് സബ്ജക്റ്റ്, ഉപയോഗിച്ചോ എന്നാണ്. അപ്പം ഡിഡ് യു യൂസ് ദാറ്റ് ക്രീം. നീ ആ ക്രീം ഉപയോഗിച്ചോ. ഇനി ഞാൻ ആ ക്രീം പുരട്ടിയില്ല. ഞാൻ ആ ക്രീം പുരട്ടിയില്ല എങ്ങനെ പറയാ, ഞാനാണ്. ഐ ഡിഡിൻ. പുരട്ടുക അപ്ലൈ ആണല്ലേ. ഐ ഡിഡിൻ അപ്ലൈ ദാറ്റ് ക്രീം. ഐ ഡിഡിൻ അപ്ലൈ ദാറ്റ് ക്രീം. ഞാൻ ആ ക്രീം പുരട്ടിയില്ല. നെക്സ്റ്റ്, നീ എന്തുകൊണ്ട് ആ ക്രീം പുരട്ടിയില്ല. നീ എന്തുകൊണ്ട് ആ ക്രീം പുരട്ടിയില്ല. സിമ്പിളായി നമുക്ക് റേറ്റ് ചെയ്യാമല്ലോ. എന്തുകൊണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് വൈ ആണ്, പുരട്ടിയില്ല എന്നാണ്. അപ്പം വൈ ഡിഡിൻ യു അപ്ലൈ ദാറ്റ് ക്രീം. വൈ ഡിഡിൻ യു അപ്ലൈ ദാറ്റ് ക്രീം. നീ എന്തുകൊണ്ട് ആ ക്രീം പുരട്ടിയില്ല. ഓക്കെ, നെക്സ്റ്റ്, എനിക്ക് ആ ക്രീമിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ ക്രീമിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല. ഐ ഡിഡിൻ ലൈക്ക് ദ സ്മെൽ ഓഫ് ദാറ്റ് ക്രീം. എനിക്ക് ആ ക്രീമിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടോ എന്ന് ചോദിക്കാറുണ്ടല്ലോ നമ്മളില്ലേ.
അവർ അവിടെ നിന്ന് പുറപ്പെട്ടോ എന്നിങ്ങനെ ചോദിക്കും. ഡിഡ് ദേ ലീവ് ഫ്രം ദർ? ഡിഡ് ദേ ലീവ് ഫ്രം ദർ? അവർ അവിടെ നിന്ന് പുറപ്പെട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അവർ അരമണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് പുറപ്പെടും. അവർ അരമണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് പുറപ്പെടും എന്നിങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അതോടൊപ്പം ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.